ഭാഗമായിട്ട് തന്നെ നമ്മൾ ലഹരി മുക്ത കേരളം അല്ലെങ്കിൽ ലഹരിക്കെതിരെ ഒന്നും ഒച്ചവെക്കുക. നമ്മൾ മാത്രം ഒച്ചവെച്ചിട്ടുണ്ടെന്നും നാട്ടിൽ ലഹരിയൊന്നും കുറയാൻ പോകുന്നില്ല. എന്നിരുന്നാൽ തന്നെ നമുക്കാകുന്ന വിധത്തിൽ അതിനെ എതിർക്കുക എന്നുള്ളതാണ്. ലഹരി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കാൻ നമ്മളെല്ലാവരും ഉത്ബോധിപ്പിക്കാൻ വേണ്ടി ഒരു സൂചന എന്ന കണക്കിന് ഇതൊരു ചെറിയ ജാഥ പോലെ നമ്മുടെ സംസ്കാര ജംഗ്ഷൻ വരെ പോകാൻ തീരുമാനിച്ചിരിക്കുകയും അത് വിജയപ്രദമാക്കാൻ നിങ്ങളുടെ എല്ലാ സാന്നിധ്യം വളരെ സന്തോഷകരമായ ഒരു സാന്നിധ്യമാണ് കാണുന്നത്. അത്തരം ആൾക്കാർ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ചെറിയ സംഘടനയായ ഇന്ദിരാ റോഡ് അസോസിയേഷനിൽ ഇത്രയും പേര് അണിനിരക്കാൻ കഴിഞ്ഞത് ഇവിടുത്തെ വനിതാ സംഘത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിൻ്റെ രീതിയാണ്. അവർക്ക് ഈ സമയത്ത് ഞാൻ അനുമോദനം അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ വന്നിട്ടുള്ള എല്ലാവരെയും ഈ ജാഥയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് എൻട്രാക്കിൻ്റെ പ്രസിഡന്റ് DG സുരേഷ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള ഇന്ദിരാ റോഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ അധ്യക്ഷനായ ചേട്ടൻ, തോമസൻ, സ്റ്റീഫൻ, രവിച്ചേട്ടൻ, റാണി, ഇതിൻ്റെ മറ്റു ഭാരവാഹികൾ, പോലീസ് ഓഫീസർ ബാബുപോൾ സാർ, പ്രിയമുള്ള ഇന്ദിരാ റോഡ് അസോസിയേഷൻ അംഗങ്ങൾ, രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഒരു രാജ്യത്തെ യുവതയെ നശിപ്പിക്കുന്ന ലഹരി വ്യാപനം. ആ ലഹരി വ്യാപനത്തിൻ്റെ ഗൗരവം ഇപ്പോഴാണ് രാഷ്ട്രീയ നേതാക്കൾ ഗൗരവമായിട്ട് തന്നെ മനസ്സിലാക്കി നിയമസഭയിലെല്ലാം ആ വിഷയം ഗൗരവമായിട്ട് എടുത്തിരിക്കുന്നത്. പക്ഷേ ഏതാനും വർഷങ്ങളായി നമ്മളാരും അറിയാതെ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന ഈ വിപത്ത് കലാലയങ്ങളിൽ എത്തിക്കഴിഞ്ഞിരുന്നു എന്നുള്ളൊരു വസ്തുത ഇതിനോടൊപ്പം നമ്മൾ അറിയേണ്ടതുണ്ട്. റെസിഡൻസ് അസോസിയേഷൻ എല്ലാ മീറ്റിങ്ങുകളിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ വിഷയം ഒരു പ്രധാന വിഷയമായിട്ട് തന്നെ എടുക്കുമ്പോഴും രാഷ്ട്രീയ നേതാക്കളും അധികാരികളും അത്ര ഗൗരവത്തിൽ ആ കാലഘട്ടത്തിൽ ഈ വിഷയത്തെ എടുത്തിട്ടില്ല. പക്ഷേ ഇന്ന് അവരും മനസ്സിലാക്കിയിരുന്നു രാജ്യം പോകുന്ന വളർച്ച ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ അതിനെ പിന്നോട്ടടിക്കുന്നതായിരിക്കും അതിൻ്റെ യുവത. ആ യുവത നശിക്കുന്ന ഈ വിപത്ത് നേരിടാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടി വരും. അവിടെ റെസിഡൻസ് അസോസിയേഷനോ രാഷ്ട്രീയ നേതാക്കളോ അധികാരികളെന്നോ ഒന്നുമില്ല. എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഇതിൻ്റെ ഉറവിടം ഇല്ലാതാക്കുകയും ഒപ്പം ഈ ശീലത്തിൽപ്പെട്ടിരിക്കുന്നവരെ അതിൽ നിന്ന് പിൻവാങ്ങിയിട്ട് യഥാർത്ഥ ജീവിതത്തിൽ അവരെ വീണ്ടെടുക്കാനായിട്ടും നമുക്ക് കഴിയുള്ളൂ. ഇപ്പോൾ പലപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെടുന്നവർ ഉപയോഗിക്കുന്നവരായി മാറിയിരിക്കുകയാണ്. ഉപയോഗിക്കുന്നവരെ അല്ല ശരിക്കും അറസ്റ്റ് ചെയ്യേണ്ടത്, ഉപയോഗിക്കുന്നവർ ഇരകളാണ്, അവരായിപ്പോയവരാണ് പലരും. പക്ഷേ അവർ ഇത് സപ്ലൈ ചെയ്യുന്ന ഇതിൻ്റെ കണ്ണികൾ അധികാര കേന്ദ്രങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്താൻ ശക്തിയുള്ള മാഫിയകൾ തന്നെയാണ് അവർ.